കർണാടക രാഷ്ട്രീയം കത്തിക്കുകയാണ് ഡി കെ ശിവകുമാർ. മറിയുന്നില്ല, കത്തിക്കുകയാണ് ഡി കെ ശിവകുമാർ. അതായത് 2020 അധികാരത്തിലേറിയപ്പോൾ ഉപാധികളോടെയാണ് അധികാരത്തിലേറിയത്. പകുതി 2.5 വർഷം സിദ്ധരാമയ്യ, 2.5 വർഷം ഡി കെ ശിവകുമാർ. പക്ഷെ നവംബർ 20 ആയപ്പോൾ 2.5 വർഷമായി. 2023 അധികാരത്തിലേറി നവംബർ 20 ആയപ്പോൾ 2.5 വർഷമായി. 2.5 വർഷമായിട്ട് സിദ്ധരാമയ്യ കസേരയിൽ നിന്ന് അനങ്ങില്ല എന്നാണ് പറയുന്നത്. എന്നെ കൊന്നാലും ഞാൻ എണീച്ചു പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. ഡി കെ സൈലൻ്റ് ആവുകയാണ്. ഈ സൈലൻ്റ് വരാനിരിക്കുന്ന വലിയൊരു അടിക്ക് മുമ്പുള്ള ഒരു നിശബ്ദതയാണോ? കൊടുങ്കാറ്റിന് മുമ്പുള്ള നിശബ്ദത എന്ന് പറയാം. ഇത് ആകപ്പാടെ ഇതിപ്പോൾ കിസ കുർസിക്ക എന്ന് പറയുന്ന പോലെ ആയിരിക്കുക. കസേരയുടെ കളിയായിട്ട് തീർന്നിരിക്കുക. നാണം കെട്ടെ രാഹുൽ ഗാന്ധി ഒരു മനുഷ്യനെ അങ്ങോട്ട് ഭരണഘടന അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു. ഞങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടിയാണ്, മതേതരത്വത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശം ഇയാൾക്കാണെന്ന് തോന്നിപ്പോയില്ലേ? ഇന്ത്യയുടെ എല്ലാ നന്മകളും ഉത്ഭവിച്ചിട്ടുള്ളത് കോൺഗ്രസിൽ നിന്നാണെന്നല്ലേ നമുക്ക് തോന്നുക? നമ്മുടെ എത്ര നേതാക്കൾ ജീവൻ ബലിയർപ്പിച്ചാണ് ഈ സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞിട്ടും എത്ര പേർ രാജ്യത്തിന് വേണ്ടി ബലിദാനികളായി എന്നൊക്കെയാണ് വലിയ നെടുങ്കൻ തള്ളിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? BJP എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല, ഒരു കുന്തവും ചെയ്തില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ തള്ളുന്നത്. ശരി, ഇപ്പോൾ കടന്ന് തള്ളുന്നുണ്ടല്ലോ കർണാടകത്തിൽ വലിയ തള്ള്. ഏതിൻ്റെ വഴിയാണ്? ആ ഒരു കസേരയുണ്ട് മുഖ്യമന്ത്രിയുടെ, അതൊന്നേ ഉള്ളൂ, 2 എണ്ണം ഉണ്ടാവാൻ വയ്യ. വേണമെങ്കിൽ ഒരു ഉപമുഖ്യനെ കൊടുക്കാം, അത്രേ ഉള്ളൂ. ആ കസേരയ്ക്ക് വേണ്ടി കിടന്ന് തള്ളുന്നത് 1ഉം 2ഉം പേരൊന്നും അല്ല തന്നെ, 3 പേരാണ്. തൻ്റെ അട്ടിപ്പേർ അവകാശം എന്നും പറഞ്ഞ് ഒരു മനുഷ്യൻ ഉടുമ്പിനെ പോലെ ആ കസേരയിൽ അള്ളിപ്പിടിച്ചതായി ഇങ്ങനെ ഇരിക്കുന്നു, അമർത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു മനുഷ്യൻ സിദ്ധരാമയ്യ. അന്ന് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടതാണ് 2.5 വർഷത്തേക്ക് ഇദ്ദേഹത്തിന്, 2.5 വർഷത്തേക്ക് ഡി കെ ശിവകുമാർ എന്ന ഒക്കലിക സമുദായക്കാരന് കൊടുത്തുകൊണ്ട് ഇത് തീർക്കാമെന്നുള്ളതാണ്. 2.5 വർഷമായില്ല, അതിനു മുമ്പ് തന്നെ ഈ സിദ്ധരാമയ്യയോടുള്ള ജനപ്രീതി അങ്ങ് തീർന്നു. 2 വർഷമായപ്പോൾ തന്നെ ഒക്കലികയുടെ ഒരു സന്യാസി, മഠത്തിൽ താമസിക്കുന്ന ഒരു അവർക്ക് സന്യാസിമാരുണ്ട്, വളരെ സ്വാധീനം. കേരളത്തിലെ പോലൊന്നുമല്ല, ആ സന്യാസിമാർക്ക് വലിയ പ്രബലമായിട്ടുള്ള സ്വാധീനം ആ മഠങ്ങളിലുണ്ട്. ഉദാഹരണം നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് എങ്ങനെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ സമുദായത്തിൻ്റെ മേൽ സ്വാധീനം ഉണ്ടോ, അതുപോലൊരു സ്വാധീനമുള്ള സ്വാമിമാരായി ഇപ്പോഴും അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ സ്വാമി നേരിട്ട് തന്നെ രാഷ്ട്രീയത്തിലൊന്നും അവർ ഇടപെടാറില്ല. നമ്മുടെ ഈ ബിഷപ്പ് ഹൗസിലെ ആളുകളെ പോലെയോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മൗലവി ഉണ്ടല്ലോ, അങ്ങനെയൊന്നും ഇടപെടുന്ന ആൾക്കാരല്ല. അത്യാവശ്യത്തിന് മാത്രം അവർ വന്ന് പറഞ്ഞു, സിദ്ധരാമയ്യ നിങ്ങൾ മാറി ഒക്കലിക സമുദായക്കാരനായിട്ടുള്ള ഡി കെ ശിവകുമാറിന് സ്ഥാനം കൊടുക്കണം. ശിവകുമാർ ഒന്നും പറഞ്ഞില്ല. ശിവകുമാർ പറഞ്ഞതാണോ എന്ന് പറയും, എങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരുമല്ല. ആ വികാരം അദ്ദേഹം പ്രതിഫലിപ്പിച്ചിട്ട് പോയി. പക്ഷേ ഈ സ്ഥാനത്തുനിന്ന് അള്ളിപ്പിടിച്ചൊരൊറ്റ ഇരിപ്പ്, ഞാൻ മരിക്കുന്നവരെ ഇവിടുന്ന് മാറത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ അവസാനത്തെ ഊഴമായി ഇത് മാറുന്നെന്ന്. ചില വയസ്സന്മാർ മാനസിക നിലയെല്ലാം തകരാറിലായി കഴിയുമ്പോൾ കടുംപിടുത്തം ഒരു പിടുത്തം അങ്ങ് പിടിക്കും, കൊടുക്കത്തില്ല. അരയിലിങ്ങനെ വീടിൻ്റെ താക്കോലിങ്ങനെ അരയിലും തൂക്കിയിട്ടുകൊണ്ട് നടക്കും. പത്തായത്തിൽ നിന്ന് നെല്ലും കൊടുക്കുകയില്ല. ചില കാരണവന്മാർ പത്തായത്തിലാണ് നെല്ലിരിക്കുന്നത്, പത്തായത്തിൻ്റെ താക്കോൽ ഇങ്ങേരുടെ കീശയിലിട്ടിരിക്കുക, മടിയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുക. ജന്മത്ത് കൊടുക്കത്തില്ല. എനിക്ക് കഞ്ഞിയെല്ലാം സമയത്തിന് വേണം, പക്ഷേ ഞാൻ ഇതിൻ്റെ താക്കോൽ തരില്ല. ഇവർ പിടിയേരിയായിട്ട് വേറെ അങ്ങനെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പിടിയേരി തേടി വേറെ വീടുകളിൽ പോയി കഞ്ഞി ഉണ്ടാക്കി ഈ കാരണവർക്ക് കൊടുക്കും, എന്നാലും താക്കോൽ വിട്ടു കൊടുക്കത്തില്ല. അത് പോരുത്, അധികാരം എന്ന് പറയുന്ന പോലെ ആ പോപ്പുലാരിറ്റി എല്ലാം പോയി. കോൺഗ്രസിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരുപാട് ഒലിച്ചങ്ങ് പോയി. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സക്രിയമായിട്ട് ഇടപെടുന്ന ഒരു ഹൈക്കമാൻഡ് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് ഞാൻ പറയുന്നത്. ശക്തമായിട്ട് ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നുമില്ല. ഹൈക്കമാൻഡ് എന്നും പറഞ്ഞൊന്നുണ്ട്, അതിൻ്റെ സർവ്വതും KC വേണുഗോപാലായിരുന്നു. അതെ, അദ്ദേഹം അങ്ങ് മാറി. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോക്കുകുത്തിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങേരങ്ങ് പോയി. കാരണം എന്താണെന്നറിയാം, ഡി കെ ശിവകുമാറിനെ വളരെ ആശ്രയിച്ചിരുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. പല പ്രശ്നങ്ങളും പരിഹരിച്ചിരുന്ന ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒക്കെ വളരെ സമ്പന്നനായ വ്യക്തിയാണ്.
KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സഹായം തേടിയാണ് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ പലതും ഇല്ലാതാക്കി തീർത്തത്. അപ്പോൾ ഇവിടെ വന്ന ഒരു പരാതി സിദ്ധരാമയ്യ ചെന്ന് ഹൈക്കമാൻഡിനോട് പറഞ്ഞു, ഇയാളെ നിന്ന് മധ്യസ്ഥനാക്കിയാൽ പറ്റില്ല, ഇയാൾ ശിവകുമാറിൻ്റെ ആളാണ്. ചില ജഡ്ജിമാർ ഇപ്പോൾ റാബ്രി ദേവിയുടെ മകൾ പറഞ്ഞു, റാബ്രി ദേവി തന്നെ പറഞ്ഞിട്ടില്ലേ, ആ ജഡ്ജി മറ്റേ സർക്കാരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ജഡ്ജി അയാൾ എന്നെ വിചാരണ ചെയ്യേണ്ട എന്ന് പറയുന്ന പോലെ ഇയാൾ വേണ്ട മധ്യസ്ഥതയ്ക്ക് എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പോൾ ആരാ പാവം വയസ്സുകാലത്ത് മല്ലികാർജുന ഖാർഗെയാണ് കിടന്ന് മധ്യസ്ഥം നടക്കുന്നത്. അതെങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ടൊരു ഗുണമുണ്ടായി, പക്ഷേ ഗുണമുണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല തന്നെ. ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി എന്നാൽ പിന്നെ ഞാനും കൂടെ മുഖ്യമന്ത്രിയാവാൻ മത്സരത്തിനുണ്ടെന്നും പറഞ്ഞു. അത് മറ്റാരുമല്ല, ജി പരമേശ്വര, കർണാടകത്തിൻ്റെ സാക്ഷാൽ ആഭ്യന്തരമന്ത്രി. 2-3 ദിവസമായിട്ട് അഹോരാത്രം ഇരുന്ന് കോൺക്ലേവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സിദ്ധരാമയ്യ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ കുശിനിക്കാരൻ. ഒരു ഫലവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരം. കറുത്ത പുക തന്നെയാണ് ഇപ്പോഴും വരുന്നത്, വെളുത്ത പുക ഇപ്പോഴും വന്നിട്ടില്ല. മനസ്സിലായി? ഇങ്ങനെ വരുന്നില്ല. അതെ, കാർഗയുടെ തല പുകയുന്നുള്ള ഒരു റിസൾട്ടും ഉണ്ടാക്കുന്നില്ല. അവസാനം വന്നിട്ട് കാർഗയെ തന്നെ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ലടേ, നീ ചെറുപ്പമല്ലേ എന്നും പറഞ്ഞ് KG ജോർജ് എന്നും പറഞ്ഞൊരു മന്ത്രിയുണ്ട്, മലയാളിയാണ്, അറിയാമോ, സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെയാണ് ഈ ചിങ്ങവനത്തുള്ള ഒരു വ്യവസായം നടത്തുന്ന ആളാണ് അദ്ദേഹം, പേര് കേട്ട വ്യവസായം. ആ പുള്ളിക്കാരനെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും കൊടുക്കാറുണ്ടെങ്കിൽ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യടേ. ആ DK ശിവകുമാറിനോട് പറഞ്ഞ് കുറച്ച് പൈസ കൊടുത്ത് അയാൾ മാറിയിരിക്കാൻ പറയുന്നെങ്കിൽ അയാൾക്ക് എന്തിനാ പൈസ, കോടീശ്വരനായാലും അയാൾ വേണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് പൈസ തരാം. പക്ഷേ ഇത് ഒക്കലിക സമുദായത്തിൻ്റെ വികാരമാണ്, ഹിന്ദു സമൂഹത്തിലൊരു ഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യമാണ്. കാരണമെന്ന് പറഞ്ഞാൽ കുംഭമേളയ്ക്ക് കുടുംബസമേതം പോയി മുങ്ങി മരിച്ചതല്ല, മുങ്ങി എണീറ്റ് വന്ന ആളാണ് അദ്ദേഹം. അതുപോലെ തന്നെയാണ് അദ്ദേഹം ഒരു വേദി പങ്കിട്ടു, ഒരു ഗുരുവിന്റെ. അതെ, അത് കർണാടകത്തിൽ, ഈ കർണാടകത്തിൽ പോയിട്ട്, കർണാടകമല്ല തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ പോയിട്ട് ജഗ്ഗി വാസുദേവ എന്ന് പറയുന്ന ഗുരുവിനോടൊപ്പം ശിവരാത്രി മുഴുവൻ അദ്ദേഹം നൃത്തങ്ങൾ, ആദിദേവനാണ് ശിവൻ എന്നാണ് വിശ്വാസം, ആദി യോഗിയുമാണെന്ന് വിശ്വസിക്കുന്നു. ആ യോഗിയായ ശിവൻ്റെ യോഗയെല്ലാം അറിയാവുന്ന ആളാണ് അദ്ദേഹം, യോഗസൂത്രം. അതാണ് ഈ ഇത്ര വയസ്സുകാലത്ത് ഒരു ചെറിയ വയറ് പോലും ചാടാതെ അങ്ങനെ ഇരിക്കുന്നത്, ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുന്നത്. ആ മനുഷ്യൻ്റെ നൃത്തം അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്, ഭക്തി ഇതെല്ലാം കൂടെ ചേർന്നുള്ള ആ പരിപാടിയിൽ അമിത്ഷായോടൊപ്പം ഇദ്ദേഹം കുടുംബസമേതം ഇരുന്നു. ഇനി വേറൊരു കാര്യം പറഞ്ഞാൽ, നമ്മുടെ കേരളവുമായിട്ട് ആത്മീയമായിട്ടൊരു ബന്ധമുണ്ട്, വിശ്വാസിയാണ്. രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ശക്തു സംഹാര പൂജ കർണാടകത്തിൽ നിന്ന് ആരോ വന്ന് നടത്തി എന്നും പറഞ്ഞ് ആകെ വെപ്രാളം പിടിച്ചിരിക്കുകയായിരുന്നു ഈ മനുഷ്യൻ. അതൊക്കെ അങ്ങ് ഫലിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയണം, ഏതാനും ദിവസം 2.5 വർഷം പൂർത്തിയായി കഴിഞ്ഞ് ഓരോ ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, കൗണ്ട് ഡൗണും കഴിഞ്ഞു. ഇപ്പൊ താഴോട്ട് പിന്നെ പോയിക്കൊണ്ട് -1 -2 -3 അതെ, നവംബർ 5 4 3 2 1 0 എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്റ്റാർട്ടും ഉണ്ടായില്ല അവിടെ. പിന്നെ -1 -2 എന്ന് വിളിച്ചോണ്ടിരിക്കുക അവിടെ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും എനിക്ക് ഒരു വലിയ ഒരു സംശയം, ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കാടിപിടി കൂടലാണ് കോൺഗ്രസ്. ഇതാണ് ഇവിടെ ഭരണഘടന, മതേതരത്വം, കുന്തം. അപ്പോൾ ഇവർ ഈ പ്രീണനം നടത്തുന്നത് മുഴുവൻ എന്തിനു വേണ്ടിയാണ്? ഈ അധികാരത്തിനേക്ക് ഈ ന്യൂനപക്ഷങ്ങൾ ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കി വെച്ചിരുന്നാൽ നല്ലൊരു പാഠമായിരിക്കും അവർക്കും ഉള്ള.